നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഡേറ്റ് 2015 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പാർട്ട് 1 ഡിസ്കഷനിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ എല്ലാവരും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The cathartic property of castor oil is due to the presence of option A linoleic acid, B arachidonic acid, C resinolic acid, D stearic acid. കാസ്റ്റർ ഓയിലിൻ്റെ കഥാറ്റിക് പ്രോപ്പർട്ടിക്ക് കാരണമായത് എന്താണ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി റിസിനോളിക് ആസിഡ് ആണ്. എന്താണ് കഥാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റൻസ് ദാറ്റ് ആക്സലറേറ്റ്സ് ഡിഫിക്കേഷൻ ആണ് നമ്മൾ കഥാറ്റിക്സ് എന്ന് പറയുന്നത്. കാസ്റ്റർ ഓയിലിൻ്റെ കഥാറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓപ്ഷൻ സി റിസിനോളിക് ആസിഡ് കാരണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഡി ട്യൂബോക്യുരാറിൻ ഇസ് എ ഓപ്ഷൻ എ ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്, ബി ആൻറ്റിക്കൊളിനെസ്റ്ററേസ്, സി അനസ്തെറ്റിക്, ഡി ന്യൂറോ ഡീജനറേറ്റീവ് ഏജൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ്. എന്താണ് ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ്? ദ ഡ്രഗ്സ് ദാറ്റ് ഇൻറ്ററപ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. അതായത് സ്കെൽട്ടൽ മസിൽ ജംഗ്ഷനിലുള്ള നെർവ് ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് 2 types: കോമ്പറ്റേറ്റീവ് സ്റ്റെബിലൈസിങ് ബ്ലോക്കേഴ്സ്, അതായത് ന്യൂറോമസ്കുലർ നോൺ ഡീപോളറൈസിങ് ഏജൻസും ഉണ്ട്, അതുപോലെ തന്നെ നോൺ കോമ്പറ്റേറ്റീവ് ദാറ്റ് ഇസ് ഡീപോളറൈസിങ് ഏജൻസും ഉണ്ട്. നോൺ ഡീപോളറൈസിങ് ഏജൻസിൽ വരുന്നതാണ് ഡി ട്യൂബോക്യുരാറിൻ, ഡോക്സാക്യൂറിയോ ഒക്കെ. ഡീപോളറൈസിങ് ഏജൻസിൽ വരുന്നതാണ് സക്സിനിൽ കൊളീൻ. ഈ രണ്ട് ഗ്രൂപ്പ്സും അസറ്റൈൽ കൊളീൻ മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നതിന് അത് അസറ്റൈൽ കൊളീൻ ട്രിഗറിങ് മസിൽ കോൺട്രാക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനസ്തെറ്റിക് അഡ്ജുവൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. Question number 3. The schedule which provides standard for ophthalmic preparation. Option A Schedule P, Option B Schedule R, Option C Schedule FF, Option D Schedule Y. Correct answer ഏതാണ്? Schedule FF. Schedule P എന്താണ്? Regulations regarding life period of drugs, life period and storage of drugs ആണ് Schedule P എന്ന് പറയുന്നത്. Schedule R എന്ന് പറയുന്നത് regulations for condoms and other mechanical contraceptives. Schedule Y ആണെങ്കിൽ regulations for clinical trials. Next question number 4. Citric acid cycle takes place in option A liver, B mitochondria, C endoplasmic reticulum, D nucleic acid. സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ വേറൊരു പേരാണ് ക്രെബ്സ് സൈക്കിൾ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ ആണ് കറക്റ്റ് ആൻസർ. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോസോളിലാണ്, സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ പിരമിഡീൻ കോമ്പണൻറ്റ് ഓഫ് RNA ഇസ് ഓപ്ഷൻ എ അഡെനിൻ, ബി ഗ്വാനിൻ, സി തൈമിൻ, ഡി യുറാസിൽ. അപ്പോൾ നമ്മൾ RNAയുടെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഈ റൈബോ ന്യൂക്ലിയോടൈഡ്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴിയാണ്. റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൈബോസ് ഷുഗർ ഉണ്ടാവും, അതുകൂടാണ്ട് 1 of the 4 നൈട്രോജനസ് ബേസ് അഡെനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ ഉണ്ടാവും. ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇസ് ഓൾസോ പ്രസൻറ്റ്. RNA സ്പെസിഫിക് പിരമിഡീൻ എന്ന് പറയുന്നത് യുറാസിലാണ്. ഇറ്റ് ഫോംസ് എ കോംപ്ലിമെൻ്ററി പെയർ വിത്ത് അഡെനുമായിട്ടൊരു കോംപ്ലിമെൻ്ററി പെയർ ഉണ്ടാക്കും യുറാസിൽ. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ഇൻ DNA. അതായത് നൈട്രജൻ ബേസസ് 2 ടൈപ്പ് ഉണ്ട്, പ്യൂരീൻസും പിരമിഡീൻസും. DNA-യിലും RNA-യിലും കാണപ്പെടുന്ന പ്യൂരീൻസിൻ്റെ എക്സാമ്പിളാണ് അഡെനിൻ, ഗ്വാനിൻ. DNA-യിലുള്ള പിരമിഡീൻസ് ആണ് സൈറ്റോസിനും തൈമിനും. RNA-യിലുള്ള പിരമിഡീനാണ് സൈറ്റോസിനും യുറാസിലും. അപ്പോൾ RNA സ്പെസിഫിക് പിരമിഡീൻ ഏതാണ്? യുറാസിൽ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. മേജർ സൈഡ് എഫക്റ്റ് ഓഫ് ക്ലോറാംഫെനിക്കോൾ ഇസ് ഓപ്ഷൻ എ ബോൺ മാരോ ഡിപ്രഷൻ, ബി GIT ഡിസ്റ്റർബൻസസ്, സി ഇൻസൊമിനിയ, ഡി പ്രൊഫണ്ട് ഡിസ്നിയ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് ബോൺ മാരോ ഡിപ്രഷൻ. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഡെത്ത്. യങ് ചിൽഡ്രനിൽ ക്ലോറാംഫെനിക്കോൾ എന്തുണ്ടാക്കും? ഗ്രേ ബേബി സിൻഡ്രോം. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഗ്രേ ബേബി സിൻഡ്രോം. Question number 7. Example for a 5-membered heterocyclic compound with 1 heteroatom. Question 5-membered heterocyclic compound ആണ്, ഒരു ഹെറ്ററോ ആറ്റം ആണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ പിരമിഡീൻ, ബി ഫ്യുറൈൻ, സി അസിഡിഡിൻ, ഡി ഫിനാന്ത്രിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഫ്യുറൈൻ ആണ് കറക്റ്റ് ആൻസർ. പിരമിഡീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 റിംഗ് കോമ്പൗണ്ട് ആണ് പിരമിഡീൻ എന്ന് പറയുന്നത്. 2 നൈട്രജൻ ആറ്റവും 4 കാർബൺ ആറ്റവും ഉണ്ട്. 6 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിംഗ് ആണ്. ഫ്യുറൈൻ ആണെങ്കിൽ ഇറ്റ് ഇസ് എ 5 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിംഗ് ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 4 കാർബൺ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. അസിഡിൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ 3 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഫിനാന്ത്രിൻ ആണെങ്കിൽ ഇറ്റ് ഇസ് എ പോളിസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്, അതായത് 3 ഫ്യൂസ്ഡ് ബെൻസിൻ റിംഗ്സ് ആണ് ഫിനാന്ത്രിനിൽ കാണപ്പെടുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. Question number 8. 1 tablespoon is option A 4 ml, B 6 ml, C 8 ml, D 15 ml. നമുക്കറിയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 15 ml. Question number 9. Bence-Jones proteins found in urine occur in option A liver disease, B diabetes mellitus, C multiple myeloma, D thalassemia. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി മൾട്ടിപ്പിൾ മൈലോമയാണ് കറക്റ്റ് ആൻസർ. Bence-Jones പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മോണോക്ലോണൽ ഗ്ലോബുലിൻ പ്രോട്ടീൻസ് ആണ്, വിച്ച് ഇസ് ഫൗണ്ട് ഇൻ യൂറിൻ ആൻഡ് ഇറ്റ്സ് ഡിറ്റക്ഷൻ മേ ബി എ സജസ്റ്റീവ് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ. അതുമാത്രമല്ല ഓർ വാൾഡൻസ്റ്റോംസ് മാക്രോ ഗ്ലോബുലിനീമിയ. സോ നെക്സ്റ്റ് question number 10. Preparations of digitalis is used in the treatment of option A hypertension, B gout, C myocardial infarction, D congestive cardiac failure. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം മോസ്റ്റ് കോമൺ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഡിജോക്സിനും ഡിജിറ്റോക്സിനുമാണ് ഡിജിറ്റാലിസിൻ്റെ. അത് സാധാരണ രീതിയിൽ നമ്മൾ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിനാണ് യൂസ് ചെയ്യുന്നത്. Question number 11. Physostigmine acts as a cholinergic drug by option A directly binding with nicotinic receptor, B binding with muscarinic receptor, C inhibiting cholinesterase enzyme, D binding with beta-1 receptors. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ അസറ്റൈൽ കൊളിനെസ്റ്ററേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അസറ്റൈൽ കൊളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ഏജൻറ്റ്സ് ദറ്റ് ഇൻഹിബിറ്റ് ദ അസറ്റൈൽ കൊളിൻ എസ്റ്റർ ഫ്രം ബ്രേക്കിംഗ് ഡൗൺ അസറ്റൈൽ കൊളിൻ ഇൻറ്റു കൊളിൻ ആൻഡ് അസറ്റേറ്റ്. ദെർബൈ എന്ത് ചെയ്യും? ബോത്ത് ലെവൽ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് അസറ്റൈൽ കൊളിൻ CNS ഓട്ടോണോമിക് ഗാംഗ്ലിയയിലെ ന്യൂറോമസ്കുലർ ജംഗ്ഷനിലൊക്കെ ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് നമുക്ക് റിവേഴ്സിബിൾ എന്ന് ക്ലാസിഫൈ ചെയ്യാം, ഇറിവേഴ്സിബിൾ എന്ന് ക്ലാസിഫൈ ചെയ്യാം. റിവേഴ്സിബിളിൽ തന്നെ കാർബമൈഡ്സ് ഉണ്ട്. കാർബമൈഡ്സിൽ വരുന്നതാണ് ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ, എഡോഫോറിയം, ദെൻ റിവാസ്റ്റിഗ്മിൻ, ഡോണിപ്പസിലൊക്കെ. അക്രിഡിൻ, ടാക്രിൻ വരും. ദെൻ ഇറിവേഴ്സിബിൾ വരുന്നതാണ് ഓർഗാനോ ഫോസ്ഫേറ്റ്സ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. Question number 12. Which among the following is not a natural insecticide? Option A Chrysanthemum cineifolium, B Nicotiana tobacum, Rayania speciosa, option C, and option D is Piper nigrum. ഏതാണ്? പൈപ്പർ നീക്കം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പൈപ്പർ നീക്കം എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ ആണ്. ഒരു സ്പൈസും കോണ്ടിമെൻറ്റും ഫ്ലേവറിങ് ഏജൻ്റൊക്കെയാണ് ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്നത്. Question number 13. Most common adverse effect of non-steroidal anti-inflammatory drugs. Option A CNS toxicity, B gastrointestinal toxicity, C cardiac toxicity, and D skin rashes. ഏതാണ് കറക്റ്റ് ആൻസർ? B gastrointestinal toxicity. Question number 14. Epinephrine is not used in option A bronchospasm, B hypertension, C hypersensitivity reaction, D increased intraocular pressure. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് സിമ്പത്തമാറ്റിക് ഡ്രഗ് ആണ്. നമുക്കറിയാം സീരിയസ് അലർജിക് റിയാക്ഷൻസിന് നമ്മൾ യൂസ് ചെയ്യും. ഇറ്റ്സ് യൂസ് ടു ഇൻക്രീസ് എ ഡ്രോപ്പ് ഇൻ ദ ബ്ലഡ് പ്രഷർ, അതുപോലെ ഇംപ്രൂവ് ബ്രീത്തിങ്, റെഡ്യൂസ് ഇൻ ദ സ്വെല്ലിംഗ്, റിഡക്ഷൻ ഓഫ് സ്വെല്ലിംഗ്, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് ഇറ്റ് കോസസ് വാസോ കോൺസ്ട്രക്ഷൻ ആക്ടിങ് ത്രൂ ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്, ദെർബൈ എൻഹാൻസസ് BP. സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ കണ്ടീഷനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. Question number 15. Barbiturate which is used for the induction of anesthesia is A phenobarbital, B secobarbital, C mephobarbital, and D thiopental sodium. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ സാധാരണ ഇൻഡക്ഷൻ ഓഫ് അനസ്തേഷ്യയ്ക്ക് യൂസ് ചെയ്യുന്നത് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്സ് ആണ്. ഇതിൽ ഏതാണ് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്സ്? thiopental sodium. Question number 16. A highly selective COX-2 inhibitor is option A tinoxicam, B ketoprofen, C celecoxib, D ketorolac. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി
സെലികോക്സിബ് ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം COX-2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന NSAIDs ആണ്. സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് സെലികോക്സിബ്, പാരാകോക്സിബ്, റോഫികോക്സിബ്. പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് നെമിസുലേറ്റ്, മെലോക്സിക്കാം, നെബുമെറ്റോൺ. Question number 17. An antiviral drug used for treatment of Parkinsonism is option A amantadine, B levodopa, C piperidine, D selagelin. നമുക്കറിയാം പാർക്കിൻസോൺസത്തിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡോപ്പമിൻ പ്രീക്കേഴ്സിൽ വരുന്നതാണ് ലെവഡോപ്പ, അതുപോലെ പെരിഫറൽ ഡികാബോക്സിലേസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് കാർബിഡോപ്പ, ബെൻസിറാസൈഡ്. ഡോപ്പമിനർജിക് അഗോണിസ്റ്റ് ആണ് ബ്രോമോക്രിപ്റ്റിൻ, പ്രാമിപെക്സോൾ, പ്രോപ്പിനറോളൊക്കെ. മാവോ ബി ഇൻഹിബിറ്റർ ആണ് സെലജലിൻ, ക്ലോർഗൈലിൻ. COMT ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് എൻഡാകാപ്പോൺ, ടോൾകാപ്പോൺ. ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ ആണ് അമാൻറ്റഡിൻ. ആൻഡ് അമാൻറ്റഡിൻ is an antiviral drug. So option A ആണ് correct answer. Question number 18. A proton pump inhibitor commonly used in the treatment of peptic ulcer is option A sucralfate, B cimetidine, C aluminum hydroxide gel, D omeprazole. ഏതാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഒമിപ്രസോൾ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എയിൽ സുക്രാൽഫേറ്റ് എന്ന് പറയുന്നത് ഒരു അൾസറിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റൻ്റ് ആണ്. സിമിറ്റഡിൻ എന്ന് പറയുന്ന ഒരു H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെൽ എന്ന് പറയുന്ന ഒരു ആൻറ്റാസിഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് among the following drug is used as an gametic? ഓപ്ഷൻ എ അപ്പോമോർഫിൻ, ബി കൊഡീൻ, സി പെപ്പാവറിൻ, ഡി നൊസ്കാപ്പൻ. ഇതിലേതാണ് എമറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അപ്പോമോർഫിൻ ആണ്. ഇറ്റ് ഇസ് എ ഡോപ്പമീൻ അഗോണിസ്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ആൻ എമറ്റിക് ഏജൻറ്റ്. Question number 20. Antibiotic which is used as a cytotoxic agent. A. Piperacillin, B. Ampicillin, C. Cloxacillin and D. Actinomycin D. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം ആക്ടിനോമൈസിൻ ഡി, ഡോക്സോറൂബിസിൻ, ഡോണോറൂബിസിൻ, ബ്ലിയോമൈസിൻ, മിറ്റോമൈസിൻ, സി ഒക്കെയാണ് സൈറ്റോടോക്സിക് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ക്യാൻസറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതോടുകൂടി പാർട്ട് 1 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. തുടർന്നുള്ള പാർട്സിൽ നമുക്ക് ബാക്കിയുള്ള ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.